ഒരു സന്തോഷം പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പുറയിലൊരു വിനാശം പെട്ടെന്ന് വരുമെന്നാണെന്നാണ് നാട്ടുകാർ അല്ലെങ്കിൽ പഴയ ആൾക്കാരൊക്കെ പറയുന്നത്. അതുതന്നെ എൻ്റെ ഈ ബൂത്തിനും സംഭവിച്ചു. ബൂത്ത് തുടങ്ങിയതിൻ്റെ പിറ്റേന്ന് രാവിലെ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു ഞങ്ങളുടെ ഡിവിഷൻ ഹെഡ് ക്വാർട്ടറിൽ നിന്ന്, ഈ ബൂത്ത് ഇന്ന് തന്നെ സറണ്ടർ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അയക്കണമെന്ന്. എനിക്ക് ഫോൺ വന്നു. ആദ്യമേ അവിടുത്തെ ഒരു കേണൽ എന്നെ വിളിച്ചു പറഞ്ഞു, ചാക്കോ നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ ബൂത്ത് വെച്ചതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കമാൻഡിങ് ഓഫീസറാണ്, എൻ്റെ പട്ടാളക്കാർക്ക് അത് ആവശ്യമുണ്ട്, ഞാൻ വെച്ചു, ആരോട് ചോദിക്കാന്ന്. ഇല്ല, സെക്യൂരിറ്റി കാരണം ഇത് വെക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്, ഒരു ഓർഡറുണ്ട്, സെൻട്രലായിട്ട്, അതായത് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു സ്ഥലമുണ്ട്, അതാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സർ ഓർഡർ നിങ്ങൾ പറയുന്നതൊക്കെ ശരി, എനിക്ക് എഴുതി അയക്കാൻ പറഞ്ഞു. അത് ഉടനെ തന്നെ ഫാക്സായിട്ട് വന്നു, 5 മിനിറ്റ് ഫാക്സായിട്ട് വന്നു. ഇത് ഉടനെ തന്നെ ഇതിനെ സറണ്ടർ ചെയ്യണം, എന്നിട്ട് സറണ്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന്. ഫാക്സ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ എൻ്റെ 2IC ലഫ്റ്റനൻറ്റ് കേണൽ രാജീവിനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, രാജീവ് ഇങ്ങനെ വല്ല ഓർഡർ ഉണ്ടായിരുന്നു ചോദിച്ചു. രാജീവ് പറഞ്ഞു, സർ എൻ്റെ അറിവിലൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഫയലൊക്കെ നോക്കി. അപ്പോൾ ഫയലിൽ എവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കോമണായിട്ട് ഉള്ള അവിടെ പോയിട്ട് ചെയ്യണം, എല്ലാവരും ഫോണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അപ്പുറത്തെ യൂണിറ്റിൽ ഫോൺ വെച്ചത്, അതിനെപ്പറ്റി ഒരു എഴുത്തുമില്ലായിരുന്നു. അപ്പം ഞാൻ ഉടനെ മറുപടി എഴുതി, ഡിവിഷൻ ഹെഡ് ക്വാർട്ടറിന് എഴുതി, ഇത് സിഒയുടെ കമാൻഡിങ് ഓഫീസറുടെ അധികാരമാണ് അവരുടെ ട്രൂപ്സിന് വേണ്ടി, അതായത് പട്ടാളക്കാർക്കും അവിടെ ജോലി ചെയ്ത ആൾക്കാർക്കും വേണ്ടി, അവരുടെ വെൽഫെയർ നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്, അതാണ് ഞാൻ ഉപയോഗിച്ചത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു ഓർഡർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഈ വന്ന ഓർഡർ ഞാൻ അനുസരിക്കുന്നില്ല എന്നും പറഞ്ഞൊരു മറുപടി തിരിച്ചയച്ചു. അത് അങ്ങോട്ട് ഫാക്സ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം അദ്ദേഹം പിന്നെ എന്നെ ഫോൺ വിളിച്ചു, ഒത്തിരി ചൂടായി. അപ്പം ഞാൻ പറഞ്ഞു, താങ്കൾ എനിക്ക് എഴുതി, ഞാൻ താങ്കൾക്ക് തിരിച്ചെഴുതി, എനിക്കിനി താങ്കളുടെ സുപ്പീരിയർ, അതായത് ഞങ്ങളുടെ ജനറൽ, എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞു. അപ്പം ആ കേണൽ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഇതങ്ങ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു, അതൊക്കുന്ന കാര്യമല്ല സാർ എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ജനറലിനെ ഫോൺ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ PA വിളിച്ചു, PA ജനറലിനെ ത്രൂ ആക്കി. അപ്പം ഞാൻ പറഞ്ഞു, സർ ഇത് എനിക്ക് പ്രയാസമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചാക്കോ നീ ആദ്യമേ ഇത് ഓർഡർ അനുസരിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, സർ അതെനിക്ക് പ്രയാസമാണ്, ഈ ഓർഡർ ഇല്ലീഗലാണ്, അത് നിയമപരമല്ല, അതെനിക്ക് ചെയ്യാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. അതൊക്കത്തില്ല, അത് ചെയ്ത് വെക്കൂ. ഞാൻ പറഞ്ഞു, സർ ഞാൻ ഈ യൂണിറ്റിൻ്റെ കമാൻഡിങ് ഓഫീസറാണ്, ഞാൻ എൻ്റെ പട്ടാളക്കാർക്കും ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഞാനൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, അത് മാറ്റാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ റെസിഗ്നേഷൻ തരും. അപ്പം അദ്ദേഹം പറഞ്ഞു, ഓക്കെ നീ റിസൈൻ ചെയ്തോ എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. ഞാൻ ഉടനെ തന്നെ എൻ്റെ ഹെഡ് ക്ലർക്കിനെ വിളിച്ചു, എൻ്റെ റെസിഗ്നേഷൻ പേപ്പർ ഉണ്ടാക്കാൻ പറഞ്ഞു. ഓർത്തോണം, ഞാൻ കമാൻഡ് എടുത്തിട്ട് 21 ദിവസമായിട്ടില്ല, ഇത് 3-ാമത്തെ ആഴ്ച തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ തയ്യാറാക്കി. അപ്പോഴത്തേക്ക് 2IC അറിഞ്ഞു, ഹെഡ് ക്ലർക്ക് അറിഞ്ഞു, ബാക്കി ഓഫീസേഴ്സ് അറിഞ്ഞു. അവരൊക്കെ എൻ്റെ ഓഫീസിൽ വന്നു, സർ എന്തായി കാണിക്കുന്നത്, ഫോൺ വേണ്ടെന്ന് വെക്കാം. ഞാൻ പറഞ്ഞു, ഒരു വാക്ക് ഞാൻ എൻ്റെ പട്ടാളക്കാർക്ക് കൊടുത്താണ്, അതിൽ നിന്ന് പിന്മാറുന്ന ഒരു കാര്യങ്ങളും നടക്കത്തില്ല. എനിക്ക് നാളെ എൻ്റെ പട്ടാളക്കാരുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്, ഞാൻ അതിന് സമ്മതിക്കത്തില്ല, ഇത് തെറ്റായൊരു ഓർഡറാണ്, ഞാനത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ റെസിഗ്നേഷൻ പേപ്പർ ഇട്ടു. അതിൽ കാരണം, ഇപ്പം നമ്മൾ കാരണം എഴുതണം, ഞാൻ അതിൽ കാരണം എഴുതി. എൻ്റെ ഫോർമേഷൻ ഹെഡ് ക്വാർട്ടറിനെയും അവിടെ കമാൻഡ് ചെയ്ത ജനറലിനെയും എൻ്റെ പട്ടാളക്കാരുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ടതുപോലെ അറിയിക്കാൻ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടും എൻ്റെ പട്ടാളക്കാർക്ക് വേണ്ട സുവിധ നൽകാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ടും ഞാൻ കമാൻഡിന് യോഗ്യനല്ല എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ കമാൻഡും അതിൻ്റെ കൂടെ എൻ്റെ ജോലിയും രാജിവെക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു. അത് കോൺഫിഡൻഷ്യൽ എഴുത്താണ്, കണ്ടു, ഞാനത് സൈൻ ചെയ്തു, അത് ഡിസ്പാച്ച് ചെയ്തു. അപ്പോൾ വലിയ ദൂരമൊന്നുമില്ല ഹെഡ് ക്വാർട്ടറിന്, അടുത്ത് തന്നെ കൊടുത്തു. ഇതെല്ലാം നടക്കുന്നത് രാവിലെയാണ്. ഉച്ചയായപ്പോഴത്തേക്ക് ഈ
എൻ്റെ ആപ്ലിക്കേഷൻ റെസിഗ്നേഷൻ ലെറ്റർ അത് അപ്ലൈ ചെയ്യണം. അത് പോകുന്നത് ആർമി ഹെഡ്ക്വാർട്ടറിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് പോകണം. ചെന്നു, എനിക്ക് ഉടനെ ഫോൺ വന്നു. അവിടുന്ന് കിട്ടി 5 മിനിറ്റ് ഫോൺ വന്നു. ചാക്കോ, വാട്ട് ഈസ് ദിസ്, ഇതെന്താണ്? ഞാൻ പറഞ്ഞു, സർ എനിക്കെങ്ങനെ അറിയാം സാർ എന്തോ കയ്യിരിക്കുന്നത്, എന്തോന്ന് ചോദിച്ചാൽ, ഇല്ല നീ അയച്ച എഴുത്ത്. ഞാൻ പറഞ്ഞു, സാറിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ വയ്യേ? ഞാൻ റിസൈൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് എൻ്റെ പട്ടാളക്കാർക്ക് ഞാൻ കൊടുത്ത വാക്ക് നടത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ അവരുടെ കമാൻഡിങ് ഓഫീസറാകാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം എടുത്തുകൊണ്ട് പോയി ജനറലിനെ കാണിച്ച് കാണും. ലഞ്ചിന് മുമ്പ് എനിക്ക് മെസ്സേജ് വന്നു, വൈകുന്നേരം എന്നെ ജനറൽ കാണുമെന്ന്. വൈകുന്നേരം 5 മണിക്ക് ഞാൻ ജനറലിൻ്റെ ഓഫീസിൽ ഹാജരായി. ജനറൽ സമൻവാർ എന്ന് പറയുന്ന പേര് കേട്ടൊരു ജനറലായിരുന്നു. അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ DG ഡയറക്ടർ ജനറൽ മിലിറ്ററി ഇൻ്റലിജൻസൊക്കെ ആയ മനുഷ്യനാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു. എന്നോട് ഫസ്റ്റ് പറഞ്ഞു, നിനക്കെന്താ വട്ടാണോ, ഒരു ഫോണിന് വേണ്ടി നീ നിൻ്റെ ജോലി കളയുന്നു? ഞാൻ പറഞ്ഞു, സർ ഫോണിന് വേണ്ടിയല്ല ഞാൻ എൻ്റെ ജോലി വെക്കുന്നത്. ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് നടത്തിക്കാൻ ഒക്കാത്തത് കൊണ്ടാണ്, എൻ്റെ കഴിവുകേടാണ്. സാറിനെ മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. സാറിനോട് ഞാൻ പറയുന്നു, സാറത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ കാര്യം സാറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എൻ്റെ അയോഗ്യത കൊണ്ടാണ് ഞാൻ വിടുന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഇത് സറണ്ടർ ചെയ്തിട്ട് 24 മണിക്കൂറിനകം നീ സറണ്ടർ ചെയ്യുക, അത് കഴിഞ്ഞ് ഞാൻ നിനക്ക് എഴുത്ത് തരാം, നീ പുതിയൊരു കണക്ഷൻ വെക്കാൻ. ഞാൻ ഇല്ല സാർ, ഇത് ഈ 600 പേരുടെ കമാൻഡിങ് ഓഫീസറാണ് പറഞ്ഞത്. ഞാൻ നാളെ അവരോട് പോയി മരിക്കാനും പറഞ്ഞാൽ അവർ മരിക്കും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. ഞാൻ അവരുടെ മുമ്പിൽ നട്ടില്ലാത്തൊരു മനുഷ്യനായിട്ട് നിൽക്കുന്ന എങ്ങനെ ഞാൻ പിന്നെ അവരെ ഫേസ് ചെയ്യും? അത് വേണ്ട സാർ, സാറ് എന്നെ അങ്ങ് ഫോർവേഡ് ചെയ്താൽ മതി, അത് ഞാൻ വിടത്തില്ലെന്ന്. കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞു. അദ്ദേഹം പതുക്കെ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് എണ്ണിച്ച് വന്ന് എൻ്റെ തോളിൽ കൈയിട്ടിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, സർ 13 ജൂൺ 1981 1981 13 ജൂണിൽ ഞാൻ റാങ്ക് വെച്ച് അന്ന് തൊട്ട് സ്വപ്നം കണ്ടതാണ് ഞാനൊരു യൂണിറ്റിൻ്റെ CEO ആൻ. ആ കണ്ട സ്വപ്നം സർ ഇങ്ങനെ പോകുന്നത് എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് വേണ്ട, എനിക്ക് ഈ റാങ്ക് വേണ്ട, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബാ നമുക്ക് മെസ്സിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മെസ്സിൽ പോയി. എനിക്കൊരു ഡ്രിങ്കൊക്കെ തന്നു. ഉടനെ തന്നെ മറ്റേ കേണലിനെ വിളിച്ചു. പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ അയച്ച എഴുത്ത് ക്യാൻസൽ ചെയ്യുക, അവൻ്റെ ഫോൺ അവിടെ ഇരിക്കട്ടെ, അവർക്ക് യൂണിറ്റിന് വേണ്ട 3 ലക്ഷം രൂപ സാങ്ഷൻ ചെയ്യുക, ചെക്ക് ഇപ്പോൾ കൊടുക്കണം, ഒരു വലിയ TV. ഇപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ യൂണിറ്റിലൊന്നും ഇല്ല, എൻ്റെ പട്ടാൾക്കാർക്ക് TV ഇല്ല, അവർക്ക് ഒന്നും കാണാനൊന്നുമില്ല, അവരിങ്ങനെ ഫുൾ ടൈം പണിയാണ്, എന്തെങ്കിലും ഞാൻ കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ്? പറഞ്ഞു ഓക്കെ. അപ്പം ഞാനൊരു 8:30-9 മണിയായപ്പം ഇവരുടെ ജനലിൻ്റെ കൂടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ 3 ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് അവർ രാവിലെ തന്ന എഴുത്ത് ക്യാൻസൽ ചെയ്ത് ഞാൻ കൊടുത്ത റെസിഗ്നേഷൻ ലെറ്ററിൻ്റെ തിരിച്ചെനിക്ക് തന്ന്, തിരിച്ച് വാങ്ങിച്ചൊന്നും പറഞ്ഞ് എൻ്റെ ഒപ്പും വാങ്ങിച്ചു. എൻ്റെ ജിപ്സിക്കകത്ത് വലിയൊരു TVയും അവർ നിറച്ച് വെച്ചു. ഈ അന്നേരം നടന്ന വർത്തമാനത്തിൽ എൻ്റെ യൂണിറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് തന്ന ഗ്രാൻഡാണ്, GOCയുടെ ജനറൽ ഓഫീസറിൻ്റെ ഗ്രാൻഡായിട്ടാണ് ഈ 3 ലക്ഷം കിട്ടുന്നത്. അപ്പം തിരിച്ച് ഞാൻ എൻ്റെ യൂണിറ്റിലേക്ക് പോവുകയാണ്. ഒരു 10 മിനിറ്റ് അവിടെ ചെല്ലും. അപ്പം എല്ലാവർക്കും ഈ എൻ്റെ ഓഫീസിനൊക്കെ എന്നെപ്പറ്റി പലർക്കും അറിയാമല്ലോ, എൻ്റെ സ്വഭാവം. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് ഉടക്കായി, ഇങ്ങനെ റിസൈൻ ചെയ്തു, ഇനി 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് അദ്ദേഹം പോവും, ഇയാൾ മാറത്തില്ല എന്നറിയാം. ഇതെന്തുവാന്ന് ഇനി കോർട്ട് മാർഷലാണോ ആർക്കും ഒന്നും അറിയാൻ വയ്യ. അപ്പോൾ ഈ എൻ്റെ ഓഫീസേഴ്സ് എല്ലാം മെസ്സിൽ രാത്രി 9 മണിയായി വെയിറ്റ് ചെയ്യുക മെസ്സിൽ എനിക്ക് വേണ്ടി. എൻ്റെ ആ ഗേറ്റോടെ എൻ്റെ സുബേദാർ മേജർ, പട്ടാളക്കാരുടെ ഏറ്റവും ഉയർന്ന വ്യക്തിയും, അപ്പോൾ അയാളൊക്കെ അറിഞ്ഞു. അയാളൊക്കെ പറഞ്ഞു, സാർ എന്താ ചെയ്യുന്നത്, വേണ്ടെന്ന് വെക്കാം, ഞങ്ങൾക്കിത് വേണ്ട സാർ. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ഗേറ്റിൽ വന്നപ്പം സുബേദാർ മേജർ അവിടെ നിൽപ്പുണ്ട്, സല്യൂട്ട് ചെയ്തു. സർ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇതിനകത്തൊരു TV ഇരിപ്പുണ്ട്, എടുത്തോളാൻ പറഞ്ഞു. സർ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ജിപ്സിയുടെ പുറകിൽ ഒരു TV എടുക്ക്, അവിടെ നമ്മുടെ കോമൺ എൻ്റർടൈൻമെൻറ്റ് റൂമിൽ കൊണ്ട് ഫിറ്റാക്കാൻ പറഞ്ഞു. അയാൾക്ക് മനസ്സിലാകുന്നില്ല എന്തുവാ നടന്നതെന്നുള്ളത്. അപ്പോൾ അയാൾ TV എടുപ്പിച്ചു. അവിടെ നിന്ന് ഗാർഡും അയാളോട് TV എടുത്ത് പുറത്ത് വെച്ചു. ഞാൻ വണ്ടി ഡ്രൈവർ എന്നെ കൊണ്ട് മെസ്സി കൊണ്ടുവന്നു. മെസ്സി വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും, വെള്ളം എല്ലാവരും ഒരു മുറി ഇങ്ങനെ ശോകമൂകരായിരിക്കും. പ്രശ്നമായല്ലോ, ജനറലുമായിട്ട് ഉടക്കായൊരു മനുഷ്യൻ പോയിട്ട് വരുമ്പം തീർച്ചയായിട്ടും
കോർട്ട് മാർഷലാകുമെന്നറിയാം. ഞാൻ വന്നുകൊണ്ട് എൻ്റെ മുഖത്ത് എല്ലാവരും സർ, ഞാൻ പറഞ്ഞു രാജീവ് ഈ 3 ലക്ഷത്തിന് ചെക്ക് വെച്ചോ, ഇത് നാളെ ബാങ്കിലിട്ടിട്ട് എന്നോട് ചോദിക്കുക എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാനത് പറയാം യൂണിറ്റിന് വേണ്ടി. പിന്നെ മറ്റേ എഴുത്ത് ക്യാൻസലായി, അതിൻ്റെ കോപ്പി വെച്ചോന്ന്. ഈ ഒരു സംഭവത്തോടെ എൻ്റെ യൂണിറ്റിലെ പട്ടാളക്കാർക്ക് എന്നോട് ഭയങ്കര ബഹുമാനവും സ്നേഹവുമായി. കാര്യം അവർക്ക് ഒരു കോൾ ബേസിക്കലി ഒരു കൊച്ചു ഫോണാണ് ഈ സംഭവം, പക്ഷേ അവർക്ക് വേണ്ടി സ്വന്തം ജോലി പോലും കളയാൻ തയ്യാറൊരു മനുഷ്യനാണ് അവരുടെ കമാൻഡിങ് ഓഫീസർക്ക് തോന്നിയപ്പോഴത്തേക്കും അവർക്ക് എന്നോട് വലിയൊരു സ്നേഹവും ആദരവും ഒക്കെ ആയി. അടുത്തൊരു പ്രശ്നം ആ യൂണിറ്റിൽ ലീവാണ്. നമ്മളൊക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ്. അപ്പോൾ ഈ താഴെ പോയി വരുമ്പോഴത്തേക്ക് 1.5 മാസം എടുക്കും. ഒരാൾ 1 മാസത്തേക്ക് ലീവിന് പോയാൽ പോയി വരുമ്പോഴത്തേക്ക് 2-2.25 മാസമാണ് ഈ യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്ക്. പലരും താമസിക്കും. അപ്പം ഞാൻ പറഞ്ഞു ലീവ് ഇനി പോകുന്നവർ പറഞ്ഞ ഡേറ്റിൽ പോകണം, പറഞ്ഞ ഡേറ്റിൽ വരണം. അതിനൊരു പ്ലാൻ ഉണ്ടാക്കി. അപ്പം 3-4 പേരെ കൂടി ഒരു ഗ്രൂപ്പാക്കി അവർ തമ്മിൽ ലീവ് പ്ലാൻ ചെയ്ത് അവർ ഡിസൈഡ് ചെയ്യും എപ്പോഴാൾ പോകുന്നത്. അപ്പം ഈ 4 പേരാകുമ്പോഴത്തേക്ക് അവർ തമ്മിലൊരു ബന്ധവും സ്നേഹവും, ഒരാൾ താമസിച്ചാൽ മറ്റേക്ക് പ്രയാസമെന്നറിയാം. അതായി ഇങ്ങനെ 7 മാസം കഴിഞ്ഞപ്പം ഒരു ദിവസം ഇതുപോലെ സൈനിക സമ്മേളനത്തിൽ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചു. പറയാനൊക്കെ ഞാൻ നോക്കിയപ്പോൾ ആൾക്കാരൊന്നും ലീവിന് പോകുന്നില്ല. അപ്പം ഞാൻ സുബിധാർമേന വെച്ചാൽ എന്താ ആൾക്കാർ ലീവിന് പോകാത്തത്? സാർ അവർക്കൊന്നും പോകണ്ട. ഞാൻ പറഞ്ഞു എന്താ പോകണ്ടാത്ത? പ്രോഗ്രാം ഉണ്ടല്ലോ, അത് പ്രകാരം പോകണമല്ലോ ആൾക്കാർ. ഇല്ല സാർ അവരൊക്കെ അത് വേണ്ടാന്ന് വെക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു അതെന്ത് പറ്റി? അതില്ല സാർ അവർക്ക് വേണ്ട. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സൈനിക സമ്മേളനം. അപ്പോൾ അവർ കാത്തിരിക്കുക ഈ സമ്മേളനത്തിന് വേണ്ടി. ഞാൻ ചോദിച്ചു ആർക്കെങ്കിലും എല്ലാം പറയാനുണ്ട്, എന്തായാലും ലീവിന് പോകാത്തത്? അപ്പോൾ ഒരു മനുഷ്യൻ, ആ പണ്ട് ഈ ഫോൺ ചോദിച്ച മനുഷ്യൻ എണ്ണി ചെയ്യുന്നുണ്ട്, സാർ ഞങ്ങളാരും ഇനി ലീവിന് പോകുന്നില്ല. അതെന്താ? സാറ് ലീവിന് പോയില്ല, സാറ് വന്നിട്ട് 8-9 മാസമായല്ലോ, സാറ് ഇതുവരെ ലീവിന് പോയില്ലല്ലോ. സാധാരണ ഇതിൽ 3-4 മാസത്തിനകം ഒരിക്കലെങ്കിലും ലീവിന് പോകണമെന്നാണ് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് കാരണം. സാറിപ്പോൾ 9 മാസമായിട്ട് സാർ ലീവിന് പോയിട്ടില്ല. സാറിന് വേണ്ടാത്ത ലീവ് ഞങ്ങൾക്ക് വേണ്ട. ഈ സ്നേഹം, നമ്മൾ ഒരാൾക്ക് കുറച്ച് സ്നേഹം കൊടുത്താൽ അയാൾ കുറച്ച് സ്നേഹം തിരിച്ചു തരും. നമ്മൾ 100 പേർക്ക് ഒരു 2 ഗ്രാം സ്നേഹം വെച്ച് ആകെ 2 ഗ്രാം സ്നേഹമാണ് ഈ 100 പേർക്ക് പങ്കിട്ട് കൊടുക്കുന്നത്. ഈ 100 പേരും 2 ഗ്രാം വെച്ച് തന്നാൽ നമുക്ക് എടുക്കാൻ വയ്യാത്ത ഭാരത്തിലുള്ള സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ പട്ടാളക്കാരുടെയൊക്കെ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയമുണ്ടെന്നാണ്. അതിനെ ആസ്പദമാക്കിയാണ് ഞാനൊരു ലേഖനം എഴുതിയത്. ഹാർട്ട് ഓഫ് ദ മാറ്റർ ഈസ് മാറ്റർ ഓഫ് ദ ഹാർട്ട്. അതായത് ഈ എല്ലാ കാര്യങ്ങളുടെയും അവസാനം എൻഡ്, അതായത് അതിൻ്റെ സെൻട്രൽ നടുക്കുള്ള ഭാഗം മനുഷ്യൻ്റെ ഹൃദയവികാരങ്ങളാണെന്ന്. അതിന് അവാർഡൊക്കെ കിട്ടിയ ആർട്ടിക്കിളാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. സാധാരണഗതിയിൽ ഒരു യൂണിറ്റ് ടെന്യൂർ എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 വർഷം വരെയാണ് ഈ പ്ലെയിൻസ്, അതായത് താഴെ നമ്മുടെ പഞ്ചാബ്, രാജസ്ഥാൻ ആ ഏരിയയിലൊക്കെ. പക്ഷേ മൗണ്ടൻ പർവ്വതങ്ങളുടെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് 24 മാസത്തിനകം അത് ഒരാളുടെ പോസ്റ്റിംഗ് വരും. കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തെ ബാധിക്കും ശാരീരികമായിട്ട്, മെഡിക്കലി അതിന് പ്രശ്നമുണ്ട്. അപ്പം സാധാരണ കമാൻഡിൻ്റെ സ്ട്രെസ് കാരണം 20 മുതൽ 24 മാസത്തിനകം കമാൻഡിങ് ഓഫീസറെ ട്രാൻസ്ഫർ ചെയ്യും. എൻ്റെ കമാൻഡ് 29 മാസമായിരുന്നു, അതായത് 5 മാസം എക്സ്ട്രാ ആയി. ഒന്ന് ആർക്കും വരണ്ട ഇങ്ങോട്ട്, 2 യൂണിറ്റ് ഭയങ്കര സന്തോഷം, നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം എല്ലാ വർഷവും ഒരു ടെസ്റ്റുണ്ട്, ഫിസിക്കൽ ടെസ്റ്റുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ ഈ എല്ലാ എക്യുപ്മെൻ്റൊക്കെ ഇട്ടുകൊണ്ടൊരു ഓട്ടമുണ്ട്. അതിപ്പം ഹൈ ആൾട്ടിറ്റ്യൂഡിലാകുമ്പോഴത്തേക്ക് 2 കിലോമീറ്റർ അവിടെ ഉണ്ട്, സമയമുണ്ട്. ആ സമയത്ത് ഓടി എത്തണം. ഓർത്തോണം, അവിടെ നടക്കാൻ പോലും പ്രയാസമാണ്. 2 കിലോമീറ്റർ അല്ല, 1 കിലോമീറ്റർ ഓട്ടം. നടക്കാൻ പോലും പ്രയാസമുണ്ട്, ശ്വാസം കിട്ടത്തില്ല. അവിടെയാണ് ഈ ടെസ്റ്റ്.
അപ്പോൾ എല്ലാവരും ഓടണം. കമാൻഡിങ് ഓഫീസർ സാധാരണ ഓടാറില്ല. അത് കമാൻഡിങ് ഓഫീസറിൻ്റെ ഒരു പ്രിവിലേജാണ്. അദ്ദേഹം പാക്കൊന്നും വിടേണ്ട, അദ്ദേഹം അവിടെ നിൽക്കും, പരേഡ് എടുക്കും, അദ്ദേഹമാണ് ഈ ടെസ്റ്റ് നോക്കുന്നത്. അപ്പം ഞങ്ങളുടെ മെയിൻ ടെസ്റ്റ് പുറത്തുനിന്ന് വന്ന് വരുന്ന ഇവാലുവേഷൻ നടത്തുന്ന ആൾക്കാർ വരുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്തല്ല, എന്നും രാവിലെ ഇത് ഒരു ദിവസം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ രാവിലെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഈ പട്ടാളക്കാരെല്ലാം ഓഫീസിൽ വരും. അപ്പം ഞാനിങ്ങനെ ഓഫീസിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു, വർത്തമാനം പറഞ്ഞുകൊണ്ട്. വേറൊരു ഓഫീസർ വർത്തമാനം പറയുമ്പം ഒരു മനുഷ്യൻ ഓഫീസിൽ നിന്ന് തിരിച്ചിങ്ങനെ ലൈനിലേക്ക് നടന്നു പോകുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് ഹവിൽദാർ ഘോഷ് എന്നായിരുന്നു. എൻ്റെ കൂടെ നിന്ന് ഒരു ഓഫീസറുണ്ട്, മേജർ ചന്ദ്രശേഖർ. അദ്ദേഹം കുമൗൺ ഹിൽസിലെ മൗണ്ടൻസിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പം ഞാനും എൻ്റെ ഈ ഓഫീസറും വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ഈ ഹവിൽദാർ ഘോഷ് എന്ന് പറയുന്ന വ്യക്തി അന്ന് രാവിലെ ഓട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അയാൾ നന്നായിട്ട് ഓടി വന്ന മനുഷ്യനാണ്. അദ്ദേഹം നടന്നിങ്ങനെ പോകുന്നത് കണ്ടു. അപ്പം നടന്ന് പോകുന്നത് കണ്ടിട്ട് എനിക്ക് പന്തികേട് തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച ക്ഷീണം കൊണ്ടൊക്കെ ആയിരിക്കും നടന്ന് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചന്ദ്ര, ഈ പോയാൽ തിരിച്ച് വന്നില്ലല്ലോ, നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ എൻ്റെ വണ്ടി എൻ്റെ ഓഫീസിൻ്റെ മുമ്പിലുണ്ട്. അപ്പം ഞാൻ വണ്ടി എടുത്തു, ഈ മേജർ ചന്ദ്രശേഖരനെ ഇരുത്തി. ഈ പട്ടാളക്കാർ താമസിക്കുന്ന ഒരു ഡോമിറ്ററി പോലെ സ്ഥലമുണ്ട്, അവിടെയാണ് എല്ലാവരും കിടക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പം ഈ ഹവിൽദാർ ഘോഷ് അദ്ദേഹത്തിൻ്റെ ബെഡിൽ ഇങ്ങനെ കമന്ന് കിടക്കുക, വല്ലാത്തൊരു പോസ്റ്റിലാണ് കിടന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രശ്നമാണ്. ഞാൻ ചെന്നു, ഞങ്ങൾ തിരിച്ചിട്ടു. ഇപ്പം ജീവനുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഹാർട്ട് അറ്റാക്കാണ്. അപ്പം ഞാനും ചന്ദ്രശേഖറും മാറി മാറി അതിന് കൊടുക്കാൻ നോക്കി. അയാൾ കണ്ണ് തുറന്നു. ഉടനെ എനിക്ക് മനസ്സിലായി ഇവനെ രക്ഷിക്കാമെന്ന്. ചന്ദ്രശേഖർ ഇയാളെ പൊക്കിയെടുത്ത് ഓടിക്കൊണ്ട് വണ്ടി കയറി ഇരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഡ്രൈവർ ഓടി വന്നു. അവൻ ഇടയ്ക്കൂടെ ചാടി കയറി. ഞങ്ങൾ ഈ ഹവിൽദാർ ഘോഷിനെ കൊണ്ട്, ഞാനാ വണ്ടി ഓടിക്കുന്ന ഈ മേജർ ചന്ദ്രശേഖർ ഈ ഹവിൽദാർ ഘോഷിനെ പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്, എൻ്റെ ഡ്രൈവർ മുമ്പിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് 2 മിനിറ്റിനകം അടുത്ത അറ്റാക്ക് വന്നു. ഇദ്ദേഹം മരിക്കുന്നു. നിസ്സഹായത പറഞ്ഞ് അറിയിക്കാൻ എങ്ങനെയൊന്നും അറിയാൻ വയ്യ. നമ്മളെത്ര വലിയ കമാൻഡിങ് ഓഫീസർ ആയാലും എന്തൊക്കെയായാലും മനുഷ്യജീവന് പലപ്പോഴും നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അന്ന് അതെനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ബോഡിയൊക്കെ കൊണ്ടുപോകാനുള്ള അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തു. അപ്പം പിറ്റേന്ന് 3 ദിവസം കഴിയുമ്പോൾ ടെസ്റ്റുണ്ട്. അപ്പം ഷുഗർ മേജർ വന്ന് പറഞ്ഞു, സാർ ഈ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ ഓടുന്നതൊക്കെ ഉണ്ടായിരിക്കും മരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഷട്ടപ്പ്, സർക്കാർ പറഞ്ഞിട്ടുള്ള ഓട്ടമാണ് ഓടിയത് എല്ലാവരും. ഇന്ന് വൈകുന്നേരം എല്ലാവരും ഇനി ഓടും ഒന്നുകൂടി. കമാൻഡിങ് ഓഫീസറും ഇന്ന് ഓടും വൈകുന്നേരം. 2ാമത് യൂണിറ്റ് വൈകുന്നേരം ഫോൾ ഇൻ ചെയ്ത് ഞങ്ങളെല്ലാവരും ഒത്തുകൂടി. കമാൻഡിങ് ഓഫീസർ ഫുൾ പാക്ക് ഇട്ട് ഞങ്ങൾ 1 കിലോമീറ്റർ പിന്നെ ഓടി. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എല്ലാവരും നിന്നു. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ആർക്കും പ്രശ്നമില്ല. എല്ലാവർക്കും ചായ കൊടുത്തു. ഞാൻ പാക്ക് ഇപ്പോൾ കഴിക്കത്തില്ല, എല്ലാവരും പാക്കറ്റ് നിൽക്കണം. ഞാനും പാക്കറ്റ് കൊണ്ട് നിൽക്കുക. അപ്പം ഈ എല്ലാ എക്യുപ്മെൻറ്റ്സൊക്കെ ഇട്ട് വെപ്പണും പിടിച്ചുകൊണ്ട് ഞാനും എൻ്റെ വെപ്പണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, മരണം നമുക്ക് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും, ഓഡിയോ കൊണ്ടല്ല ആരും മരിച്ചത്, അവന് ഹാർട്ടിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ കണ്ടാണ്, നമുക്കറിയാൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. നാളെ രാവിലെ ഇനിയും ഓടും, ഈ ടെസ്റ്റ് എല്ലാവരും ജയിക്കും എന്ന് പറഞ്ഞ് പോയി. വൈകുന്നേരം ഓഫീസെല്ലാം കഴിഞ്ഞു. ഞാൻ ഇരുന്നപ്പം എൻ്റെ മനസ്സിൽ തോന്നി, ഇയാൾ കിടന്ന ബെഡ് ഉണ്ടായിരുന്നല്ലോ, അത് ബാരക്കിലാണ്. അപ്പം അപ്പുറത്തൊരാൾ കിടക്കുന്നു, ഇപ്പുറത്തൊരാൾ കിടക്കണമല്ലോ. അപ്പം ഞാൻ സുബേദാർ മേജറെ വിളിച്ചിട്ട് പറഞ്ഞു, സാബ് ആ ബെഡ്, ഘോഷിൻ്റെ ബെഡ് തയ്യാറാക്കണം, ഞാനാണ് ഇന്നവിടെ കിടക്കുന്നത്. അപ്പം സുബേദാർ മേജർ സാബ്, ഞാൻ പറഞ്ഞത് മനസ്സിലായി, ഹിന്ദിയിലാണ് ഞാൻ പറഞ്ഞത്. ഹവിൽദാർ ഘോഷിൻ്റെ ബെഡ് തയ്യാറാക്കണം. ഇന്ന് കമാൻഡിങ് ഓഫീസർ ഇന്ന് രാത്രി അവിടാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ സാബ് ഒരു കാര്യം കൂടെ, ഏതെങ്കിലും ആൾ ലീവിന് പോയ ബെഡ് കാലി ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും സുബേദാർ മേജർ ഇന്ന് കിടന്നുറങ്ങുന്നത്.
മറുപടി പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ ഓർഡറിലേക്ക് പറഞ്ഞു, എൻ്റെ ഡ്രസ്സ് കയറാൻ പറഞ്ഞു. ഞാൻ കോമ്പാക്ട് ഡ്രസ്സൊക്കെ ഇട്ട്, സിയോടെ മുറിയിൽ എനിക്ക് കോമ്പാക്ട് ഡ്രസ്സ് ഉറങ്ങണ്ടല്ലോ, ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് ഈ ബാരക്കിൽ ചെന്നപ്പം എല്ലാവരും ഉറങ്ങാതിരിക്കുക. നമ്മുടെ കൂടെ താമസിച്ച ഒരാൾ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു, ഉച്ചയായപ്പം മരിച്ചു, ബെഡ് കാലി. അപ്പം ഒരു മൂകതയുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് ന്യൂസ് കിട്ടി സിഒ വരുന്നുണ്ടെന്നുള്ളത്. ഞാൻ വന്നു, ഈ ഹവിൽദാർ ഘോഷിൻ്റെ സ്ലീപ്പിംഗ് ബാഗിലോട്ട് ഞാൻ കയറി, ഞാൻ കിടന്നു, ഉറങ്ങി. എല്ലാവരും കിടന്നു. 2-3 ബെഡ് അപ്പുറത്ത് സുബേദാർ മേജറും ഒരു ഇതിൽ കയറി കിടന്നു, ഉറങ്ങി. എൻ്റെ പട്ടാളക്കാരും ഞാനും തമ്മിൽ അങ്ങനൊരു ബന്ധം അതോടെ അങ്ങ് പൂർത്തിയായി. അവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും അവരുടെ ചിന്തയിലും അവരുടെ വീട്ടിലുമൊക്കെ ഞാനൊരു മെമ്പറായി അതോടെ. അപ്പോൾ അവരുടെ വീട്ടിൽ ആ ബന്ധം ഇന്നും പലരുമായിട്ട് ഇപ്പോഴും ഉണ്ട്. അവരുടെ വീട്ടിൽ ഇപ്പോഴും കല്യാണമോ മരണമോ ജനനമോ ഒക്കെ നടക്കും. പിള്ളേർക്ക് ജോലി കിട്ടുമ്പോഴോ കൊച്ചുമക്കൾക്ക് ജോലി കിട്ടുമ്പോഴോ അതൊക്കെ ഇപ്പോഴും എന്നെ വിളിച്ചറിയിക്കുന്ന ആൾക്കാർ, അന്നൊത്ത് എൻ്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സാറിന് സെൻഡ് ഓഫ് സാർ ഓർമ്മയുണ്ടോ? സാറ് ചായ കുടിച്ചിട്ട് ബുക്കിലൊക്കെ ഒപ്പിട്ടിട്ട് പോകാൻ നേരത്തെ എന്നെ വിളിച്ച് നിതിൻ കമ്മിയർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നൊരു കെയിൻ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട് സർ, ഇതാണ് ആ കെയിൻ. ഈ വികാരഭരിതരാകുക എന്നുള്ളത്. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, സർ ഞാൻ ഈ കെയിൻ ഉപയോഗിച്ചാണ് ഞാൻ കമാൻഡ് ചെയ്യുന്നത്. ഈ കെയിൻ ഞാൻ ഉപയോഗിക്കും. എൻ്റെ കമാൻഡ് എല്ലാം കഴിയുമ്പം സാർ എനിക്ക് തന്നതുപോലെ ഈ കെയിൻ ഞാൻ ഒരു ഓഫീസറിന് കൊടുക്കും. എന്നിട്ട് അവനോട് പറയും, ഇത് ജനറൽ ചാക്കോയുടെ കെയിനാണ്, ഇത് നീ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന്.